ഈ സീസൺ മുഴുവനും മിണ്ടരുത് എന്നാണ് അനീഷിന് കിട്ടിയ ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിരുന്നത്. ഇതോടെ അനീഷ് മൗനം ആരംഭിച്ചു. ടാസ്കിൽ മത്സരാർത്ഥികൾ പരാജയപ്പെട്ടതോടെ എല്ലാവരും പിരിഞ്ഞു പോയിക്കോളാൻ ബിഗ് ബോസ് പറഞ്ഞു. പിന്നാലെ അനീഷ് സംസാരിക്കാൻ തുടങ്ങി. ഇതോടെ മത്സരാർത്ഥികളെല്ലാം അനീഷിനെതിരെ തിരിഞ്ഞു. മരവാഴ എന്നാണ് അനീഷിനെ അക്ബർ ഉൾപ്പെടെയുള്ളവർ വിളിച്ചത്. അനീഷിനെ അക്ബറും അപ്പാനി ശരത്തും മോശമായ ഭാഷയിലാണ് നേരിട്ടത്. കബളത്ത് തോണ്ടുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളും ഇരുവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇതിനിടയിലാണ് അനീഷിന് നേർക്ക് അക്ബർ കുഷൻ ശക്തിയിൽ വലിച്ചെറിഞ്ഞത്. ഇതിനെതിരെ പല മത്സരാർത്ഥികളും പ്രതികരിച്ചു. എന്നാൽ താൻ ഇറങ്ങിയത് അനീഷിന്റെ ദേഹത്ത് കൊണ്ടില്ലെന്നും കൊണ്ടാൽ മാത്രം ക്ഷമ ചോദിച്ചാൽ മതിയെന്നുമുള്ള നിലപാടാണ് അക്ബർ സ്വീകരിച്ചത്. എന്തുകൊണ്ട് ടാസ്കിൽ അങ്ങനെ നിലപാടെടുത്തു എന്ന് അനീഷ് പറയുന്നത് ഇങ്ങനെ: നേരത്തെ ഫാമിലി വീക്ക് എന്ന് പറഞ്ഞ് ബിഗ് ബോസ് പറ്റിച്ചില്ലേ? ഇത്തവണയും ബിഗ് ബോസ് പറ്റിക്കുന്നതായിക്കൂടെ? എങ്ങനെ ബിഗ് ബോസിനെ വിശ്വസിക്കാൻ പറ്റും? ഇത് 7ന്റെ പണിയുടെ സീസണല്ലേ? ഞാൻ സംസാരിക്കുകയാണ് എങ്കിൽ ആ സമയം ബിഗ് ബോസ് നമ്മളോട് ആ ടാസ്കിൽ നമ്മൾ തോറ്റു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്നാണ് അനീഷ് പറഞ്ഞത്. 1000 പോയിന്റിന്റെ ടാസ്ക് ആയിരുന്നു ഇത്. ഈ ടാസ്കിലേക്ക് മത്സരിക്കാൻ എന്തും ചെയ്യാൻ ധൈര്യമുള്ള 3 പേരെ തിരഞ്ഞെടുക്കാൻ ബിഗ് ബോസ് പറഞ്ഞു. ഇതോടെ മത്സരാർത്ഥികൾ തിരഞ്ഞെടുത്തത് പ്രകാരം ആര്യനും ജിസയിലും അനീഷും ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയി. എന്നാൽ 7ന്റെ പണിയായിരുന്നു ഇവിടെ ഈ 3 പേരെയും കാത്തിരുന്നത്.